നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ സിലബസിലെ പാർട്ട് 1 കോർപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റമാണ്. എക്കണോമിക് സിസ്റ്റം ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ഹാൻഡിൽ ചെയ്യുന്ന സിസ്റ്റമാണ് എക്കണോമിക് സിസ്റ്റം. ബേസിക് ആയിട്ടുള്ള എക്കണോമിക് പ്രോബ്ലംസിനെ സോൾവ് ചെയ്യുന്നത് എക്കണോമിക് സിസ്റ്റം വഴിയാണ്. ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് ഏതൊക്കെയാണ്? വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹും ടു പ്രൊഡ്യൂസ്. ഓക്കെ, 3 ടൈപ്സ് ഓഫ് എക്കണോമിക് സിസ്റ്റം ആണുള്ളത്: ക്യാപിറ്റലിസം, സോഷ്യലിസം, മിക്സഡ് എക്കോണമി. ക്യാപിറ്റലിസം ഏറ്റവും ഓൾഡസ്റ്റ് എക്കണോമിക് സിസ്റ്റമാണ് ക്യാപിറ്റലിസം. ഇവിടെ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും കൺട്രോൾ ചെയ്യുന്നതും ഓൺ ചെയ്യുന്നതും പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് മിനിമം റോളേ ഉണ്ടായിരിക്കുള്ളൂ. മിനിമം ഗവൺമെൻറ് ഇൻ്റർഫെയറൻസിനെയാണ് ലേസസ് ഫെയർ എക്കോണമി എന്ന് പറയുന്നത്. ക്യാപിറ്റലിസത്തിൽ കോമ്പറ്റീഷൻ വളരെ കൂടുതലായിരിക്കും. പ്രൈസ് മെക്കാനിസവും സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റും ക്യാപിറ്റലിസവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോഷ്യലിസം ഇവിടെ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ഓൺ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഗവൺമെൻറ് ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ കൺട്രോളിലായിരിക്കും. ഇവിടെ മെയിനായിട്ടും എയിം ചെയ്യുന്നത് വെൽഫെയർ ഓഫ് ദ കമ്മ്യൂണിറ്റിയാണ്. ഓക്കെ, അടുത്തതാണ് മിക്സഡ് എക്കോണമി. അത് ക്യാപിറ്റലിസത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും ഒരു കോമ്പിനേഷനായിട്ടാണ് വരുന്നത്. കമ്മ്യൂണിസം സോഷ്യലിസത്തിൻ്റെ എക്സ്ട്രീം ഫോമാണ് കമ്മ്യൂണിസം. ഇതൊരു റെവല്യൂഷണറി തിയറിയാണ്. ഇതിൽ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ലേബർ ക്ലാസ്സസിനായിരിക്കും. അവിടെ പ്രൈവറ്റ് എൻ്റർപ്രൈസിനുള്ള പ്രൊവിഷൻ ഇല്ല. ഓക്കെ, ഇനി ഇതിൽ ക്യാപിറ്റലിസവും സോഷ്യലിസവും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതൊക്കെ തന്നെയാണ്. ക്യാപിറ്റലിസത്തിൽ പ്രൈവറ്റ് ഓണർഷിപ്പ് ആയിരിക്കും, സോഷ്യലിസത്തിൽ ഗവൺമെൻറ് ഓണർഷിപ്പ് ആയിരിക്കും. ക്യാപിറ്റലിസം പ്രോഫിറ്റ് മോട്ടീവ് ആയിരിക്കും, സോഷ്യലിസത്തിൽ മെയിനായിട്ടും വെൽഫെയർ ആയിരിക്കും നോക്കുന്നത്. ക്യാപിറ്റലിസത്തിൽ കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും, സോഷ്യലിസത്തിൽ കോമ്പറ്റീഷൻ കുറവായിരിക്കും. ക്യാപിറ്റലിസത്തിൽ ക്ലാസ് വാർ ഉണ്ട്, അതായത് ഹാവ് ആൻഡ് ഹാവ് നോട്ട്, ഉള്ളവനും ഇല്ലാത്തവനും. സോഷ്യലിസത്തിന് എല്ലാവരും ഒരേപോലെ തന്നെയായിരിക്കും, ഇക്വാലിറ്റി. ക്യാപിറ്റലിസത്തിൽ പേഴ്സണൽ ഗെയിൻ ഉണ്ടായിരിക്കും, സോഷ്യലിസം ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഓൾ ആയിരിക്കും. ക്യാപിറ്റലിസത്തിൽ ഫ്രീഡം ഓഫ് എൻ്റർപ്രൈസ് ഉണ്ട്, സോഷ്യലിസത്തിന് ഫ്രീഡം ഓഫ് എൻ്റർപ്രൈസ് ഇല്ല. കോ ഓപ്പറേഷൻ കോപ്പറേഷൻ എന്ന വേർഡ് ഡിറൈവ് ചെയ്യുന്നത് ലാറ്റിൻ വേർഡായ കോ ഓപ്പററി എന്ന വേർഡിൽ നിന്നാണ്. അത് മീൻ ചെയ്യുന്നത് വർക്ക് ടുഗദർ എന്നാണ്. ഐഡിയാസ് ബിഹൈൻഡ് കോപ്പറേഷൻ: സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്, ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് കോപ്പറേഷൻ. കോപ്പറേഷൻ ഒരു വോളണ്ടറി ഓർഗനൈസേഷനാണ്. അതായത് ഏതൊരാൾക്കും എപ്പോൾ വേണമെങ്കിലും അതിൽ വന്ന് ജോയിൻ ചെയ്യാം, അയാൾക്ക് ഇഷ്ടമുള്ള അത്രയും നാളും കണ്ടിന്യൂ ചെയ്യാം. ഓപ്പൺ മെമ്പർഷിപ്പ്, ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും മെമ്പർഷിപ്പ് എടുക്കാം, അത് ഡിസ്ക്രിമിനേഷൻ ഒന്നും ഉണ്ടാവില്ല. ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ്, എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള റൈറ്റ് ആയിരിക്കും. മെമ്പേഴ്സ് തന്നെയായിരിക്കും ഡിസിഷൻ എടുക്കുക, അല്ലെങ്കിൽ മെമ്പേഴ്സ് തന്നെയായിരിക്കും മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. സർവീസ് മോട്ടീവ്, പ്രോഫിറ്റിനേക്കാളും സർവീസിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ലിമിറ്റഡ് ലൈബിലിറ്റി, മെമ്പേഴ്സിൻ്റെ ലൈബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും. ഇക്വാലിറ്റി, എല്ലാവരും ഈക്വൽ ആയിരിക്കും. ഓട്ടോണമി, ഔട്ട്സൈഡ് ഇൻ്റർഫെയറൻസ് ഇല്ലാതെ മെമ്പേഴ്സ് തന്നെയായിരിക്കും ഡിസിഷൻ എടുക്കുന്നത്. അടുത്ത ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ്, കൺട്രോൾ ഓഫ് സ്റ്റേറ്റിൻ്റെ കൺട്രോൾ കുറവായിരിക്കും. കോപ്പറേഷൻ ആൻഡ് അതർ ബിസിനസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത്. ആദ്യം മെമ്പർഷിപ്പ്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പിലാണെങ്കിൽ 1 മാൻ ബിസിനസ് ആയിരിക്കും, ഒരു വ്യക്തി മാത്രമേ കാണുകയുള്ളൂ. പാർട്ട്ണർഷിപ്പ് ഫേമിലാണെങ്കിൽ മിനിമം 2 പേരും, ബാങ്കിങ് ബിസിനസ്സിലാണെങ്കിൽ മാക്സിമം 10, അതർ ബിസിനസ്സിനാണെങ്കിൽ മാക്സിമം 100 പേരുമാണ് വേണ്ടത്. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ കേസിൽ പബ്ലിക് കമ്പനി ആണെങ്കിൽ മിനിമം 7ഉം മാക്സിമം അൺലിമിറ്റഡും ആയിരിക്കും. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ മിനിമം 2ഉം മാക്സിമം 200ഉം ആയിരിക്കും. കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണെങ്കിൽ ഡിഫറൻറ്റ് ഫാമിലീസിൽ നിന്നുള്ള 25 വ്യക്തികളായിരിക്കും വേണ്ടത്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെയും പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെയും ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെയും മെയിൻ എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മേക്കിംഗ് തന്നെയായിരിക്കും. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെയിൻ എയിം സർവീസ് ആയിരിക്കും. അടുത്തത് രജിസ്ട്രേഷനാണ്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ രജിസ്ട്രേഷൻ കമ്പൽസറി അല്ല. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ രജിസ്ട്രേഷൻ ഓപ്ഷണലാണ്. ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956 പ്രകാരം ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ രജിസ്ട്രേഷൻ കമ്പൽസറിയാണ്. KCS ആക്ട് 1969 പ്രകാരം കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ കമ്പൽസറിയാണ്. അടുത്തത് മാനേജ്മെൻറ്റ് വരുന്നത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിലാണെങ്കിൽ സോൾ ട്രേഡർ സ്വന്തമായിട്ടായിരിക്കും മാനേജ്മെൻറ്റ്. പാർട്ട്ണർഷിപ്പ് ഫേമിലാണെങ്കിൽ പാർട്ട്നേഴ്സോ അല്ലെങ്കിൽ പാർട്ട്ണറോ ആയിരിക്കും. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കും. കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ മാനേജിംഗ് കമ്മിറ്റി ആയിരിക്കും. അടുത്തത് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ.
സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ സോൾ ട്രേഡർ സ്വന്തമായിട്ടായിരിക്കും ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ നടത്തുന്നത്. പാർട്ട്ണർഷിപ്പ് ഫേമിൽ പാർട്ട്നേഴ്സ് ആയിരിക്കും ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിലാണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സോ അല്ലെങ്കിൽ ഓണേഴ്സോ ആയിരിക്കും. കോപ്പറേറ്റീവ് സൊസൈറ്റീസിലാണെങ്കിൽ മെമ്പേഴ്സിൽ നിന്നും നോൺ മെമ്പേഴ്സിൽ നിന്നും ഫണ്ട് റേസ് ചെയ്യും. അടുത്തത് പറയുന്നത് ലയബിലിറ്റിനെ കുറിച്ചാണ്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെയും പാർട്ട്ണർഷിപ്പിൻ്റെയും ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെയും കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും ലയബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും. അടുത്ത സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഒരു ലീഗൽ എൻറ്റിറ്റി അല്ല. പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ലീഗൽ എൻറ്റിറ്റി ആൻഡ് പെർപ്പച്വൽ സക്സഷനാണ്. കോർപ്പറേഷൻ ആസ് ആൻ എൻ്റർപ്രൈസ്. എൻ്റർപ്രൈസ് എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ഓൺഡ് ഫേം ആയിരിക്കും. എൻ്റർപ്രൈസിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഏണിംഗ് ആയിരിക്കും. അവിടെ മെമ്പേഴ്സ് അവരുടെ റിസോഴ്സസ് പൂൾ ചെയ്തുകൊണ്ടായിരിക്കും ഓരോ എൻ്റർപ്രൈസ് ഫോം ചെയ്യുന്നത്. കോർപ്പറേഷനിലും അതുപോലെ തന്നെ മെമ്പേഴ്സ് അവിടെ റിസോഴ്സസ് പൂൾ ചെയ്ത് അതിൽ നിന്നുള്ള ബെനിഫിറ്റ് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. കോർപ്പറേഷനിൽ സർവീസസ് മാത്രമല്ല പ്രോഫിറ്റും കൂടെ അവർ നോക്കുന്നുണ്ട്. കോപ്പറേറ്റീവ്സിലെ മെമ്പേഴ്സ് തന്നെയായിരിക്കും അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സും അതിൻ്റെ ഓണേഴ്സും. കോർപ്പറേഷൻ ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആയിരിക്കും. അവിടെ മെയിനായിട്ട് അവരുടെ എയിം എന്ന് പറയുന്നത് പബ്ലിക് ബെനഫിറ്റോ സോഷ്യൽ വെൽഫെയറോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻ്റ് ഒക്കെ ആയിരിക്കും. പരസ്പര സഹായവും ഐക്യദാർഢ്യവും സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയൊക്കെ ആയിരിക്കും അവർ മെയിനായിട്ടും പ്രൊമോട്ട് ചെയ്യുന്നത്. അതുതന്നെയാണ് നമ്മുടെ കോപ്പറേറ്റീവിലും ചെയ്യുന്നത്. മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സോഷ്യൽ ആൻഡ് എക്കണോമിക് വെൽഫെയറിലും കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റിലും മെമ്പർ ബെനഫിറ്റിലും ഒക്കെ ആയിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. മെമ്പേഴ്സിനെ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു പാർട്ട് ഓഫ് കമ്മ്യൂണിറ്റി ആയിട്ടായിരിക്കും കാണുന്നത്. കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന ഐഡിയ ഫസ്റ്റ് കൊണ്ടുവന്നത് DR ഗാഡ്ഗിലാണ്. കോപ്പറേറ്റീവ് കോമൺവെൽത്തിൻ്റെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽസിനും അവരുടേതായ ഒരു പ്ലേസ് സൊസൈറ്റിയിൽ ഉണ്ടെന്നാണ്. ഇവിടെ ഇൻ്റർമീഡിയറീസും എക്സ്പ്ലോയിറ്റേഷനും ഒക്കെ ടോട്ടലി എക്സ്ക്ലൂഡഡ് ആയിരിക്കും.